ഹലോ ഗായ്സ്, ഐ ആം അനസി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് LBS നഴ്സിംഗ് ആപ്ലിക്കേഷൻ, ഈ വർഷത്തെ LBS നഴ്സിംഗ് ആപ്ലിക്കേഷനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ജൂൺ 11 മുതൽ ജൂലൈ 2 വരെ ആയിരുന്നു അതിൻ്റെ ഡേറ്റ്. അപ്പോൾ ഒരുവിധം എല്ലാവരും തന്നെ അപ്ലൈ ചെയ്ത് കാണുമായിരിക്കും. അപ്പോൾ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞ് ബാക്കിയുള്ള ഫർദർ പ്രൊസീജിയേഴ്സിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം നമ്മൾ ജൂലൈ 2 ആപ്ലിക്കേഷൻ എല്ലാം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജൂലൈ 25 വരെ അതിലിപ്പോൾ റീവാലുവേഷൻ, ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമുകളുടെ മാർക്കുകളെല്ലാം ആഡ് ചെയ്യാനും എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈമാണ് ജൂലൈ 25 വരെ എന്നുള്ളത്. ആ ജൂലൈ 25 കഴിഞ്ഞതിന് ശേഷം ഓഗസ്റ്റ് 7 ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഓഗസ്റ്റ് 14 ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റും പബ്ലിഷ് ചെയ്യുന്നതാണ്. ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ കോളേജ് ഓപ്ഷൻ കൊടുക്കുന്നതും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് 14 മുതൽ ഓഗസ്റ്റ് 18 വൈകുന്നേരം 5 മണി വരെയാണ്. അതിനുള്ളിൽ നമുക്ക് നമ്മുടെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആവശ്യമുള്ള കോളേജുകൾ എല്ലാം തന്നെ സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം 19 തന്നെ ആദ്യത്തെ ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നതാണ്. ഇതൊരു ട്രയലാണ്. ഇതുവഴി നമുക്ക് ഒരിക്കലും അഡ്മിഷൻ എടുക്കാൻ സാധിക്കില്ല. ഈ ഒരു അലോട്ട്മെൻറ്റ് വെച്ച് നമുക്ക് ഏതൊക്കെ കോളേജുകളിൽ കിട്ടില്ല എന്നുള്ള സാധ്യത. അത് കഴിഞ്ഞ് ഓഗസ്റ്റ് 19 തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നതാണ്. ഈ ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം നമ്മൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അതിനുള്ള സമയം പറയുന്നത് ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത 19 മുതൽ ഓഗസ്റ്റ് 30 വരെയാണ്. ഇതിനുള്ളിൽ നമുക്ക് കോളേജ് ഓപ്ഷനിൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം നമ്മുടെ റാങ്കിൻ്റെ ബേസിൽ. അതിനുശേഷം സെപ്റ്റംബർ 1 തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നതാണ്. നമ്മൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ്റെ എല്ലാം ബേസിലും നമ്മുടെ റാങ്കിൻ്റെ ബേസിലായിരിക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നുണ്ടാവുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം നമുക്ക് ഫീസ് അടയ്ക്കാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് 5 വരെയാണ് ഫീസ് അടയ്ക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇനിയും എന്തെങ്കിലും ചേഞ്ച്, നമുക്ക് ഓപ്ഷൻസ് അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന കോളേജ് പ്രയോറിറ്റി ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടി പറയുന്ന ഡേറ്റും ഈ 9 വരെയാണ്. അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. 1 അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം 5 വരെ നമുക്ക് ഫീസ് അടയ്ക്കാനുള്ള ടൈമാണ്. ഈ ഒരു ടൈമിൽ തന്നെയാണ് നമുക്ക് കിട്ടാത്തവരുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് ചേഞ്ച് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ കിട്ടിയവർക്ക് തന്നെ കുറച്ചുകൂടെ വേറെ കോളേജിൽ വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷൻസ് എല്ലാം റീഅറേഞ്ച് ചെയ്ത് വെക്കാനൊക്കെയുള്ള ഒരു അവസരമുണ്ട്. പക്ഷേ 5 മുന്നേ നമ്മൾ കിട്ടിയവരാണെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്തിരിക്കണം. അത് കഴിഞ്ഞ് 8 നമുക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഫീസ് അടയ്ക്കാനും ഓപ്ഷൻ ചേഞ്ച് ചെയ്യാനും അവസരം ലഭിക്കുന്നതാണ്. അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിച്ച ആൾക്കാരാണെങ്കിൽ അവർ 11 മുന്നായിട്ട് ഫീസ് അടയ്ക്കണം. അല്ലെങ്കിൽ അതേപോലെ തന്നെ 11 മുന്നായിട്ട് നമുക്ക് ഓപ്ഷൻസ് വീണ്ടും റീഅറേഞ്ച് ചെയ്ത് വെക്കാനുള്ള ഒരു അവസരം കൂടെ ലഭിക്കുന്നതാണ്. അത് കഴിഞ്ഞ് 15 തന്നെ അടുത്ത അലോട്ട്മെൻറ്റ്, അതായത് തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച ശേഷം നമ്മൾ 17 തന്നെ നമ്മൾ ഫീസ് അടയ്ക്കണം. ഫീസ് അടച്ചതിന് ശേഷമാണ് ഈ 3 അലോട്ട്മെൻറ്റിലും അഡ്മിഷൻ ലഭിച്ച കുട്ടികൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ട ടൈം വരുന്നത്. അലോട്ട്മെൻറ്റ് ലഭിച്ച കുട്ടികളെല്ലാം ഈ 3 അലോട്ട്മെൻറ്റിലായിട്ട് ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച, അതായത് ആദ്യത്തെ 3 അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ ഓഗസ്റ്റ് 19 മുന്നായിട്ട് തന്നെ കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ ടെൻറ്റേറ്റീവ് ഷെഡ്യൂളിൻ്റെ ലിങ്ക് ഞാൻ താഴെ പിൻ ചെയ്തേക്കാം. അപ്പോൾ സംശയമുള്ളവരെല്ലാം അവിടെ ചെന്ന് ചെക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.